ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ പേപ്പർ സ്ട്രോ ആണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇത് വെച്ച് നമ്മളിന്ന് 2 ക്രാഫ്റ്റ് വർക്കുകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളതിൽ നിന്നും ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇതുപോലെയാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ കുറച്ച് ചെരിച്ച് നമ്മൾ കുറേ എണ്ണം കട്ട് ചെയ്തെടുക്കണം. വളരെ സിമ്പിളായി ചെയ്യാവുന്ന 2 വാൾ ഡെക്കറുകളാണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് പോലെ കുറേ എണ്ണം നമുക്ക് കട്ട് ചെയ്ത് വെക്കണം. ആർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പം നമ്മൾ ഇതുപോലെ കുറച്ചെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഓരോന്നും നമുക്ക് ഇതുപോലെ ചെയ്തു കൊടുക്കണം. ഇതുപോലെയാണ് നമ്മളത് ഒരെണ്ണം ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തു കൊടുക്കാം. പേപ്പർ സ്ട്രോ വെച്ച് ഇതിനു മുൻപും നമ്മുടെ ചാനലിൽ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണാത്തവർക്ക് വേണ്ടി അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കണേ. നമ്മളിവിടെ കുറേ എണ്ണം ഇതുപോലെ ചെയ്തെടുത്തു. പിന്നീട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 2 കാർഡ്ബോർഡ് പീസുകളാണ്. നമ്മൾ എടുത്തിട്ടുള്ള 2 കാർഡ്ബോർഡ് പീസിൽ നമുക്ക് ബ്ലാക്ക് കളർ പെയിന്റ് ഒന്ന് കൊടുത്തെടുക്കണം. അപ്പം നമുക്ക് 2 കാർഡ്ബോർഡ് പീസിൽ ബ്ലാക്ക് കളർ പെയിന്റ് ഒന്ന് കൊടുത്തെടുക്കാം. പെയിന്റ് കൊടുത്തതിന് ശേഷം അത് നല്ലതുപോലെ നമുക്ക് ഉണങ്ങി കിട്ടണം. ഇപ്പം നമ്മൾ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന 2 കാർഡ്ബോർഡ് പീസും നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരെണ്ണത്തിൽ ഇത് ഒട്ടിച്ചെടുക്കണം. ആദ്യം നമ്മൾ ഇതിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് ചുറ്റുമായിട്ട് നമ്മൾ ഫ്ലവർ പോലെ ഒട്ടിച്ചെടുക്കുകയാണ്. ഇതുപോലെ നമുക്ക് ഓരോന്നും അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഒരു ഫ്ലവർ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്ത ഫ്ലവർ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ചെറിയൊരു കാർഡ്ബോർഡ് പീസാണ്. കുറച്ചും കൂടെ വലിയൊരു കാർഡ്ബോർഡ് പീസ് ആയിരുന്നു വേണ്ടത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിലേറെ വലിയ കാർഡ്ബോർഡ് പീസ് എടുക്കുക. ഇതിൽ നമുക്കൊരു 3 ഫ്ലവറെ ഒട്ടിച്ചെടുക്കാൻ കഴിയുള്ളൂ. വലിയ കാർഡ്ബോർഡ് പീസ് ആണെങ്കിൽ നമുക്ക് ഇതിൽ കൂടുതൽ പൂക്കളൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഓരോ ഫ്ലവറിന്റെ നടുക്കും തെർമോക്കോൾ ബാൾസും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ അത് ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ ഗ്രീൻ കളർ ജൂട്ട് ത്രെഡ് വെച്ച് അതിൽ ചുരുണ്ട് നിൽക്കുന്ന വള്ളികൾ പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മൾ അതിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള 3 പൂക്കളിലും നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഗ്രീൻ കളർ ജൂട്ട് ത്രെഡ് ഇല്ലെങ്കിൽ നമുക്ക് ഗ്രീൻ കളർ വൂളൻ ത്രെഡ് എടുത്താലും മതി. ഇന്ന് നമ്മൾ ചെയ്തെടുക്കുന്ന ക്രാഫ്റ്റ് വർക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇപ്പൊ നമ്മൾ 3 ഫ്ലവറിലും ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ള ഇലകൾ കൂടെ കട്ട് ചെയ്തെടുത്തു. ആദ്യം നമ്മൾ ഇലകൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഓരോ ഇലകളിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇലകളിൽ വെയിൻസ് ഒക്കെ വരച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വരച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ആദ്യത്തെ ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിനധികം വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിതിനടിയിൽ ഡബിൾ സൈഡ് ടാപ്പ് കൊട്ടിച്ച് ചുമരിലൊക്കെ വെക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക്? വലിയ കാർഡ്ബോർഡ് പീസ് ആയിരുന്നെങ്കിൽ നമുക്ക് കൂടുതൽ പൂക്കൾ ഇതിൽ ഒട്ടിച്ചെടുക്കാമായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് പേപ്പർ സ്ട്രോ വെച്ച് ചെയ്തെടുക്കാവുന്ന നമ്മുടെ രണ്ടാമത്തെ ക്രാഫ്റ്റ് വർക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു പേപ്പർ സ്ട്രോ ആദ്യം നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുകയാണ്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഓരോന്നും നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. നമ്മുടെ രണ്ടാമത്തെ ക്രാഫ്റ്റ് വർക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ്. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നമ്മുടെ 2 ക്രാഫ്റ്റ് വർക്കുകളും പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. നമ്മുടെ ചാനലിൽ മുൻപ് ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. വീഡിയോസ് ഒക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ പറയണം. ഇതുപോലെയാണ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. വേറെ 2 എണ്ണം കൂടെ നമ്മൾ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാർഡ്ബോർഡ് പീസിലേക്ക് നമുക്കത് ഒട്ടിച്ചെടുക്കണം.
പിന്നീട് നമ്മൾ ചെറിയൊരു പേപ്പർ ഗ്ലാസ് എടുത്തിട്ടുണ്ട്, അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസിൽ നമുക്ക് പെയിന്റ് ചെയ്തെടുക്കണം. ഇപ്പൊ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന പേപ്പർ ഗ്ലാസിന്റെ പീസിൽ മുഴുവനായും പെയിന്റ് ചെയ്ത് കൊടുത്തു. അത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഈ കാർഡ്ബോർഡ് പീസിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെയാണ് നമ്മൾ അത് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇത് മൂന്നും നമുക്ക് കാർഡ്ബോർഡ് പീസിലേക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് അത് ഓരോന്നായി അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. വളരെ സിമ്പിൾ അല്ലേ നമ്മുടെ ഇന്നത്തെ 2 ക്രാഫ്റ്റ് വർക്കുകളും ചെയ്തെടുക്കാൻ. ഇപ്പൊ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 3 എണ്ണവും നമ്മൾ അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് ഇലകൾ കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ള ഇലകൾ ഇതുപോലെ കുറച്ച് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഓരോ ഇലകളിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ പേപ്പർ സ്ട്രോ വെച്ച് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് പെയിന്റ് ഒക്കെ കൊടുത്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെയിന്റ് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ പെയിന്റ് ഒക്കെ കൊടുത്തെടുക്കാം. ഇനി നമ്മൾ അതിൽ ഒട്ടിച്ചെടുത്തിട്ടുള്ള ഓരോ ഇലകളും ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മുടെ രണ്ടാമത്തെ ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിന്റെ ബാക്കിൽ നമുക്ക് ഡബിൾ സൈഡ് ടാപ്പ് ഒക്കെ ഒട്ടിച്ച് ചുമരിൽ വെക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പേപ്പർ സ്ട്രോ വെച്ച് 2 ക്രാഫ്റ്റ് ഐഡിയകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ വീണ്ടും പറയാണ്, പാഴ്വസ്തുക്കൾ കൊണ്ട് ചെയ്തെടുക്കാവുന്ന ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കാൻ മറന്നു പോവരുതേ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണം. കുട്ടികൾക്കൊക്കെ വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാം. നമ്മുടെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.